ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു. ഞാൻ ഇന്നിങ്ങനെ ഓഫൊക്കെ കിട്ടി രാവിലെ എണീറ്റപ്പോൾ ഒരു ഐഡിയ തോന്നി. ശരി, ഇന്ന് കുറച്ച് പിടിയും കോഴിയും ഉണ്ടാക്കി ഹസ്ബൻഡിനൊരു സർപ്രൈസ് കൊടുത്താലോ എന്ന്. ഒട്ടും മടിച്ചില്ല. ഉടനെ തന്നെ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ അടുപ്പത്ത് വെച്ച്, എന്നിട്ട് വെള്ളം അത്യാവശ്യത്തിന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ജീരകവും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എൻ്റെ അമ്മായിയമ്മ പറഞ്ഞു തന്ന ഒരു സ്പെഷ്യൽ ടിപ്പാണ്, അതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ സൂപ്പറായിരിക്കുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം ഫ്ലേവർ വെള്ളത്തിലോട്ടാകും. ഈ വെള്ളം തന്നെ മതി നമുക്ക് പിടിയുടെ പൊടി കുഴച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ആവശ്യത്തിന് അരിപ്പൊടി ഒരു പാത്രത്തിലോട്ടെടുത്ത് ഈ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് ഞാനിത് കുഴയ്ക്കാൻ പോകുന്നത്. ഇതിലോട്ട് ഞാൻ സെപ്പറേറ്റ് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി വെള്ളം തിളപ്പിക്കാൻ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ രണ്ടാമത് ചേർക്കുന്നില്ല. അപ്പോൾ ഈ വെള്ളം തന്നെ ആവശ്യത്തിന് ഇതിലേക്ക് എടുത്ത് കുറേശ്ശെയായിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. വെള്ളം ഒത്തിരി കൂടി പോകരുത്, അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. തിളച്ച വെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. അമ്മമാരൊക്കെ സാധാരണ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കും. അവർക്ക് ഈ ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ നമ്മളെപ്പോലെയുള്ള ന്യൂ ജനറേഷൻ ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇതുപോലെ തന്നെ ഏകദേശം ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കണം. അതും ഒരു വലിയ ടാസ്ക്കാണ്. തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കും. വീട്ടിലൊക്കെ ആകുമ്പോൾ ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആയതുകൊണ്ട് 2-3 പേരിരുന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ തന്നെ ആകുമ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാൻ ഇച്ചിരി പാടുള്ള കേസാണ്. കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇനി ഇത് നമുക്ക് അടുപ്പത്തിരിക്കുന്ന ആ തിളച്ച വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് അടി പിടിക്കാണ്ടിരിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എടുത്തു. ഒത്തിരി സമയമൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒത്തിരി ഞാനങ്ങ് ഡ്രൈ ആക്കി എടുത്തുമില്ല, കാരണം ഇവിടെയൊക്കെ ആണെങ്കിലും ചേട്ടായിക്കൊക്കെ ആണെങ്കിലും അതൊരു കുറച്ച് ലൂസായിട്ടിരിക്കുന്ന കൺസിസ്റ്റൻസി തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇന്ന് നമുക്ക് ഇതിനായിട്ട് നല്ലൊരു ചിക്കൻ കറിയൊക്കെ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ചിക്കനൊക്കെ കൂട്ടി അടിക്കാൻ പോവുകയാണ്. ഒരിച്ചിരി കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കെട്ടിയവന് കൊടുക്കാൻ പറ്റി രാവിലെ. അതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട്. പിന്നെ നമ്മളിച്ചിരി കഷ്ടപ്പെട്ടാലും കഴിക്കുന്ന ആളുടെ സന്തോഷമാണല്ലോ നമ്മുടെയും സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.